എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് പുറത്തുവന്ന ഏറ്റവും പുതിയ 3 ക്രിക്കറ്റ് വാർത്തകൾ ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് RCB ടീമുമായി ബന്ധപ്പെട്ടതാണ്. IPL 2024 സീസണിലെ ലേലത്തിൽ വമ്പൻ താരങ്ങളെ തന്നെയാണ് RCB ടീമിലെത്തിച്ചത്. ഹസരംഗ, ഹേസൽവുഡ്, ഹർഷൽ പട്ടേൽ തുടങ്ങി വമ്പൻ താരങ്ങളെ റിലീസ് ചെയ്ത RCB ടോം കറൻ, യാഷ്തയാൽ, ഫോർഗുസൺ, അൽസാരി ജോസ് തുടങ്ങിയ താരങ്ങളെയാണ് ടീമിൽ എത്തിച്ചത്. ഇത്തവണയും RCBക്ക് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒരു തലവേദന ആകുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. എന്നാൽ ഇപ്പോഴിതാ RCB ആരാധകർക്ക് സന്തോഷവാർത്ത തന്നെയാണ് പുറത്തുവന്നിരിക്കുന്നത്. RCB സൂപ്പർ താരമായ റീസ് ടോപ്ലി സൗത്ത് ആഫ്രിക്കൻ T20യിൽ നിന്നും പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ കളിച്ച മത്സരങ്ങളിൽ എല്ലാം തന്നെ താരം മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. പവർ പ്ലേയിലും ഡെത്ത് ഓവേഴ്സിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരം RCBക്ക് വേണ്ടിയും തിളങ്ങും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. സിറാജിനൊപ്പം ടോപ്ലി കൂടെ RCB ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുമ്പോൾ എതിരാളികൾ മുട്ടുകുത്തും എന്ന് ഉറപ്പാണ്. അടുത്ത അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. ഈ വർഷം നടക്കാനിരിക്കുന്ന 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ആരൊക്കെ സ്ഥാനം പിടിക്കും എന്ന് ഉറ്റുനോക്കുകയാണ് ഇന്ത്യൻ ആരാധകർ. അഫ്ഗാനിസ്ഥാനെതിരായ 2020 പരമ്പര മാത്രം കണക്കിലെടുത്ത് ലോകകപ്പിനുള്ള സാധ്യത ടീമിനെ പ്രവചിക്കുക സാധ്യമാണ്. IPLലെ പ്രകടനങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും ഇന്ത്യയുടെ ലോകകപ്പ് ടീം പ്രഖ്യാപനം. എങ്കിലും 8 താരങ്ങൾ ഏറെക്കുറെ ടീമിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സീനിയർ താരങ്ങളായ രോഹിത്, കോഹ്ലി എന്നിവർ T20 ലോകകപ്പിൽ ഉണ്ടാകുമെന്ന് 100% ഉറപ്പാണ്. ശുഭ്മൻ ഗിൽ, എസ് വിജയ്സ്വാൾ തുടങ്ങിയ വെടിക്കെട്ട് ഓപ്പണർമാരും ഇന്ത്യൻ നിരയിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. സൂര്യകുമാർ യാദവ്, റിങ്കു സിംഗ്, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നിവരും ഇന്ത്യൻ ലോകകപ്പ് ടീമിൽ ഉണ്ടാവും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മലയാളി താരമായ സഞ്ജുവിന് ഇന്ത്യൻ ലോകകപ്പ് ടീമിൽ അവസരം ലഭിച്ചേക്കില്ല എന്നാണ് റിപ്പോർട്ട്. അവസാനത്തെ അപ്ഡേറ്റ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം സീസൺ ആരംഭിക്കാനിരിക്കെ മുംബൈ ഇന്ത്യൻസിൽ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ്. തീർത്തും അപ്രതീക്ഷിതമായാണ് മുംബൈ ഹാർദിക് പാണ്ഡ്യയെ ടീമിലേക്ക് തിരികെ എത്തിച്ചത്. ഇതിന് പിന്നാലെ രോഹിത് ശർമ്മയെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റി ഹാർദിക്കിന് ചുമതല നൽകുകയും ചെയ്തു. മുംബൈ നായകസ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോഴും ഇന്ത്യയുടെ നായകസ്ഥാനത്ത് തുടരാൻ രോഹിത്തിനായി. വരുന്ന T20 ലോകകപ്പിലും ഇന്ത്യയുടെ നായകനായി രോഹിത് ഉണ്ടാവുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഇപ്പോഴിതാ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള അവസാന T20യിൽ രോഹിത് സെഞ്ചുറി നേടിയ ശേഷം മുംബൈ ഇന്ത്യൻസിനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ രോഹിത് അൺഫോളോ ചെയ്താണ് തന്റെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. T20 ലോകകപ്പിലെ ഇന്ത്യയുടെ നായകസ്ഥാനം ഏറെക്കുറെ ഉറപ്പാക്കിയ ശേഷമാണ് രോഹിത് ഇത്തരമൊരു പ്രതികരണം നടത്തിയതെന്നതാണ് ശ്രദ്ധേയം. ഇതോടെ ചിലപ്പോൾ രോഹിത് മുംബൈ വിട്ടേക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.